കൈരളി ന്യൂസ് ഇംപാക്ട് കൊല്ലം ബീച്ചിൽ ഉപേക്ഷിച്ച ഡാഷ് ഇനത്തിൽപ്പെട്ട വളർത്തു നായ്ക്കളെ മൃഗസംരക്ഷണ വകുപ്പ് ഏറ്റെടുത്തു. കൊല്ലം ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ മാറ്റിയ ജോഡികളെ ദത്ത് നൽകും. ഇന്ന് പുലർച്ചെ പ്രഭാത നടത്തക്കാരാണ് ഡാഷ് ഡോഗുകളെ കണ്ടത്. നീക്കം ചെയ്യാനായി കൂട്ടിയിട്ടിരുന്ന മാലിന്യങ്ങൾ സമീപമായിരുന്നു ഡാഷ് ജോഡികളെ കെട്ടിയിട്ടിരുന്നത്. തെരുവ് നായ്ക്കൾ ഇവയെ ആക്രമിക്കാനും ശ്രമിച്ചു. നായ്ക്കളുടെ ദയനീയ ദൃശ്യങ്ങൾ കൈരളി ന്യൂസ് പുറത്തുവിട്ടു. സംഭവം ശ്രദ്ധയിൽപ്പെട്ട മൃഗസംരക്ഷണ വകുപ്പ് ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ ഷൈൻ്റെ നിർദ്ദേശപ്രകാരം SPCA പ്രതിനിധികളായ റിജുവും ഷിബുവും ആംബുലൻസ് ടീമും ബീച്ചിലെത്തി നായ്ക്കളെ ഏറ്റെടുത്തു. 2 വളർത്തു നായ്ക്കളെ, അതും നല്ല ഓമനത്തമുള്ള ഡാഷ് ഇനത്തിൽപ്പെട്ട ജർമ്മൻ നായ്ക്കളെ ബീച്ചിൽ ചവറുകൂനയിൽ കെട്ടിയിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. കൈരളി ന്യൂസായിരുന്നു ഇത് ആദ്യം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഞങ്ങളുടെ പ്രത്യേക ടീം, അതായത് SPCA ജന്തുദ്രോഹ നിവാരണ സമിതിയുടെ ടീം അവിടെ ചെല്ലുകയും ഈ കാഴ്ച കാണുകയും ചെയ്തു. അതിന് മറ്റ് പരിക്കുകളൊന്നുമില്ല, ആരോ വർത്തിയിട്ട് ഉപേക്ഷിക്കുകയാണെന്ന് തോന്നുന്നു. അതിനെ ഇനി നമ്മൾ SPCAയുടെ ഓഫീസിലോട്ട് മാറ്റുകയാണ്, ക്യാമ്പസിലോട്ട് മാറ്റുകയാണ്. കൈരളി ടീമിൻ്റെ സാർമാർ വന്ന് രാവിലെ മുട്ട നോക്കി നിന്ന് എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അത് എല്ലാവരും ഓഫീസർമാർ വന്ന് എടുത്തുകൊണ്ട് പോയി. കൊല്ലം ബീച്ചിന് സമീപത്ത് താമസിക്കുന്ന ആളാണ് നായ്ക്കളുടെ ഉടമസ്ഥരെന്ന സൂചനയുണ്ട്. ഓമന മൃഗങ്ങളെ തെരുവിൽ ഉപേക്ഷിക്കുന്നവർക്കെതിരെ കേസെടുക്കുമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് അറിയിച്ചു. രാവിലെ നടക്കാൻ വന്നപ്പോഴാണ് ഈ 2 ഡാഷ് ഇനത്തിൽപ്പെട്ട ജോഡികളെ ഇവിടെ കാണാനിടയായത്. ഉപേക്ഷിച്ചതായിരുന്നു. ഒടുവിൽ SPCA അധികൃതരെ വിവരം അറിയിച്ചു. മൃഗസംരക്ഷണ വകുപ്പ് ഉൾപ്പെടെയുള്ളവർ ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അവർ എത്തിച്ചേർന്നിട്ടുള്ളത്. അല്പസമയത്തിനും അതിനെ കൊണ്ടുപോകും. താല്പര്യമുള്ളവർക്ക്, ഓമന മൃഗങ്ങളെ വളർത്താൻ താല്പര്യമുള്ളവർക്ക് ഇത് അവരെ കൈമാറും. കൊല്ലത്തുനിന്ന് രാജ്കുമാർ.